കത്രിക വായിച്ചതാണ് ഏറ്റവും ഹൈലൈറ്റ്. ബുക്ക് ബുക്ക് കാണിച്ചെടുത്തോ? പിന്നെ വേറെ സാധനം കണ്ടോ? പശ, അപ്പൂന്റെ സ്വന്തം പശ. ഇത് നോക്കിയേ, അപ്പൂന്റെ കീച്ചേ. ആ നിക്കേ നല്ല വരൂന്ന പറയാ. സൂപ്പർ. എന്തൊക്കെ സാധന കുട്ടിയാകുമ്പോഴത്തേനും കൂടെ തെറ്റ്. പിന്നെ എന്താ ഞാൻ വീട്ടിൽ പോവാണ്. അപ്പൊ അനക്ക് അവിടെ വീട്, ഇക്കിന്റെ വീട് ഇതാണ്. ഇതെന്റെ വീടെന്നല്ലാതെ കണ്ണന് കൊടുക്കും പപ്പ. കണ്ണന് ഇതപ്പൂന്റെ വീടല്ലേ? അപ്പൂസ് ഇതൊക്കെ ഉള്ളിക്ക് വെച്ചോട്ടോ, കണ്ണൻ ബേബിക്ക് എത്തും ഇതൊക്കെ. ഇങ്ങോട്ട് വെച്ചോട്ടോ. അപ്പൂന് തോനെ സാധനം ഉണ്ട്. നോക്കിയ ലവ് ഈ സൈഡിക്ക് വെച്ചു. ആ അതെ, ലവ് തോന്നുമ്പോ എല്ലാവർക്കും ഒട്ടിച്ചു കൊടുക്കാൻ അത്ര ലവ്. അതെ, ഒന്ന് അടയാളം ഇട്ട് കൊടുക്കണം. രണ്ടാൾക്കും ഒരേപോലത്തെയാ. നിനക്കെന്താ കണ്ടു വന്നൂടെ ജിംബുവാ? അമ്മമ്മക്ക് കണ്ണത് നോക്കി ചിരിക്കാണ്. ചേച്ചി അതെ, കൈ പിടിക്കാൻ ഇത് തരും. ആ ഇവിടെ ഇനി എന്ത് വേണം? കണ്ണന് ഫേവറേറ്റ് ആണ് പെന്നുകള്. മോനിൽ ആ ഓക്കെ, ഗുഡ് ഗേൾ. അപ്പൂന് ഇതിനമ്മ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരും, കണ്ണന് ഷെയർ ചെയ്തതിന്. കേക്കിന്റെ ഓ അവിടെ 33ാമത്തെ ബർത്ത്ഡേ ആവും. വെരി യൂഷ്വൽ ഡേ. ആക്ച്വലി കുറേ ഞാൻ ചെമ്മാപ്പള്ളിയിലായിരുന്നെങ്കിൽ മക്കളെയൊക്കെ ഞാൻ അമ്പഴത്താക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചിൽ ഔട്ട് ചെയ്യാൻ പോയേനെ. ചേട്ടനൊന്നുമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവിടെ അതിനും നടപ്പില്ല കേട്ടോ. അപ്പം നിങ്ങളായിരിക്കും മക്കളില്ലാതെയാണോ ചിൽ ഔട്ടെന്ന്. സംടൈംസ് നമുക്ക് അങ്ങനത്തെ ഒരു ചിൽ ഔട്ട് വേണോടോ. എനിക്ക് അങ്ങനത്തെ ഒരു ടൈം ആക്ച്വലി ഭയങ്കര റിലാക്സിങ് ആണ്. എല്ലായ്പ്പോഴും അല്ല, സംടൈംസ്. അങ്ങനെ വെരി യൂഷ്വൽ ഡേ ഗൈസ്. ഞാൻ just കുളിച്ചു. തുടച്ചോ, ഇത് തുറത്ത്. അപ്പോൾ അത്രയും. ഇന്നലെ അപ്പൂസിൻ്റെ കേക്ക് കട്ടിങ് അടിപൊളിയായി. അപ്പൂന് ബർത്ത്ഡേ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. അപ്പൂസ് ഡോർ അടിക്കട്ടെ, ബാത്റൂമിലേക്ക് കണ്ണ ബേബി കയറും. അപ്പൂസിന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൂസ് അടയ്ക്കട കേക്ക്, അവൻ കയറോട്ട് വിളിക്ക്, ബാത്റൂമിൽ കയറി വീഴും. പക്ഷേ രാവിലെ കുളിച്ചു ഒന്ന് ഷാമ്പൂ ഒക്കെ ചെയ്തു. ഒരു നല്ല ഫ്രഷ്നെസ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ സിന്ദൂരൊക്കെ തൊട്ടു. ഒന്ന് കണ്ണെഴുതാം അല്ലേ? നീ ഒന്ന് അടയ്ക്കടാ. ഓക്കെ, അപ്പം നമുക്കൊന്ന് കണ്ണെഴുതാം. ആക്ച്വലി കണ്ണൊക്കെ എഴുതിയിട്ട് കുറേ നാളായി. ഇന്നലെ ഞാൻ കണ്ണെഴുതിയപ്പം ശരിക്കും നമ്മൾ തലേദിവസം കണ്ണെഴുതിയിട്ട് അടുത്ത ദിവസം നല്ല രസമാവും കണ്ണ്. എൻ്റെ ഈ കണ്ണിരിക്കണൊക്കെ എനിക്കെല്ലാം ഇഷ്ടമായി. രസമുണ്ടോയെന്ന് അറിയില്ല. അപ്പം നമുക്കൊന്ന് കണ്ണ് എഴുതി കൊടുക്കാം കേട്ടോ. വെരി യൂഷ്വൽ ഡേ. സാറില്ല,
പക്ഷെ എനിക്കൊരു ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ടോ, കാരണം ഇന്നലെ അപ്പൂസിൻ്റെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഫുൾ ചിലവ് എൻ്റെ വകയായിരുന്നു കേട്ടോ. അതെല്ലാം വിളിച്ച് എന്നോട് ചോദിക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഇയേഴ്സിലായിരുന്നു. കഴിഞ്ഞ വർഷം ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിന് പോകുമ്പോൾ ചേട്ടൻ കാശ് അയച്ചിരാന്ന് പറഞ്ഞു. ഏതൊരു ക്ലയൻറ്റ് അയച്ചു തരണമായിരുന്നു. അപ്പോൾ അയ്യോ മുടി ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഡ്രസ് ജിംബുവിൻ്റെ ബർത്ത്ഡേക്ക് കേട്ടോ, ജിംബുവിൻ്റെ ബർത്ത്ഡേക്കായിരുന്നു. അപ്പോൾ കാശ് അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെരുന്തോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും അനിയത്തി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ എത്താനായപ്പോൾ കാശ് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ടായിരുന്നു, ഒരു 2000 അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുഴപ്പമില്ല ഇപ്പോൾ സാരില്ല, ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ബർത്ത്ഡേ ഗിഫ്റ്റ് നമുക്ക് പിന്നെ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. ബട്ട് സർപ്രൈസ്ലി ക്ലൈൻറ്റ് പെട്ടെന്ന് ക്യാഷ് ഇട്ട് തന്നു. അങ്ങനെ 4500 രൂപ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇട്ട് തന്നു. എന്നിട്ട് അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ. താങ്ക് യു. ഓ പേഴ്സ്, ഇതൊക്കെ ഇന്നലത്തെ ഗിഫ്റ്റിൻ്റെ. ബട്ട് ഇപ്രാവശ്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം എൻ്റെ സ്വന്തം കാശ് കൊണ്ട്. പക്ഷെ ഞാൻ രാവിലെ വിളിച്ചോണ്ട് ചോദിച്ചു, ബ്രോ ബർത്ത്ഡേ ആണ്, ക്യാഷ് ഇട്ട് തരുന്നില്ലേ എന്നൊക്കെ ചുമ്മാ ചേട്ടൻ ചോദിച്ചു, ഞാനും ചോദിച്ചു. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആൻഡ് ഗിഫ്റ്റ് എവറിത്തിങ് എൻ്റെ സ്വന്തം. അതൊരു ഭയങ്കര പ്രൗഡ് ഫീൽ തന്നെയാണ് കേട്ടോ. പക്ഷെ എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും ഉണ്ടായില്ല. പക്ഷെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ആക്ച്വലി ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നാളെ അല്ലേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. ബട്ട് ഇന്ന് ഇങ്ങനെ ഒരു ഗീവ് അവേ ഇടുന്നുണ്ട്. അതായത് ഒരു 10 കുട്ടികൾക്ക് കേട്ടോ, സ്കൂൾ ബാഗ്, കുറച്ച് ബുക്സ്, നോട്ട് ബുക്സ്, പെൻസിൽ, ഇറേസർ, കട്ടർ, അതിനായിട്ടൊരു സെറ്റ് 10 പേർക്ക്. ഹലോ കണ്ണു. അപ്പോൾ അതൊരു ഗിവ് അവേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്കത് എങ്ങനെയാണത് എക്സ്പ്രസ് ചെയ്തിട്ട് പറയാമെന്ന് എനിക്ക് അറിയില്ല. ഒന്ന് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വൈകുന്നേരത്തിനുള്ള ഗിവ് അവേയുടെ വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സെറ്റാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ എൻ്റെ വെരി യൂഷ്വൽ ഒരു ഡേ, ബർത്ത്ഡേ ഡേ കാണാം. വെരി യൂഷ്വൽ ഡേ. പിന്നെയാണെങ്കിൽ ഞങ്ങൾ മാങ്ങ പറക്കൊണ്ടിരുന്ന മാങ്ങയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഒന്ന് പോയി പെറുക്കണം, എന്നാലേ മാങ്ങയുള്ളൂ. മാങ്ങ കിട്ടുമെങ്കിലും, മാങ്ങ കിട്ടുകയാണെങ്കിൽ ആ ഒരു സന്തോഷമെങ്കിലും എനിക്ക് കിട്ടാറുണ്ട് ഗൈസ്. പക്ഷെ ഒന്നും മാങ്ങയില്ല. വെരി യൂഷ്വൽ ഡേ. ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി ടുഡേ. സാരമില്ല, അടുത്ത വർഷം അല്ലേ കണ്ണു? അടുത്ത വർഷം അമ്മ നിങ്ങളൊന്നും കൂട്ടാതെ എവിടെയെങ്കിലും പോകും. അച്ഛൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. എനക്കൂടെ പോന്നെ, എനക്കൂടെ പോന്നെ. അച്ഛൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കണ്ണൂനെ എടുക്കട്ടെ അമ്മ. ആരെ നോക്കി? അയ്യോ, ഒരു ഉമ്മട്ടണ്ണ അമ്മച്ചൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൊരു ഉമ്മട്ടണ്ണ, ഒരു ഉമ്മട്ടണ്ണ. ഉമ്മട്ട കേട്ടോ. പുറത്തേക്ക് പോണോ? ആ കണ്ണന് പുറത്തേക്ക് പോണം. ചാച്ചാ ചാച്ചാ ചാച്ചാ. മഴക്കാലായില്ലേ? ബർത്ത്ഡേ പ്രമാണിച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകി എൻജോയ് ചെയ്യാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മീനുണ്ട് കേട്ടോ, വത്തൽ. എന്തമ്മാ അടിച്ചോ? എന്തേ എന്താ പൂസേ? എന്തേ
ഓർക്കാണല്ലോ ഈ ഇരിക്കണേ. എന്താ അവിടെ? അയ്യ, മീനൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. മക്കളൊക്കെ അതേ പുളിക്കളിക്കാണ്. അമ്മക്കാണ് കഴിക്കാൻ കൊടുക്കണ്ടേ. അമ്മ എന്നെ ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് വിളിക്കമ്മ, എനിക്ക് പറ്റാതായി. ബർത്ത്ഡേയും വിത്ത് പീരീഡ്സ് ഡേയും കൂടിയാണ് കേട്ടോ. എൻ്റെ പൊന്നോ, പെയിനൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി എന്നൊക്കെ പറയല്ലേ, കൈൻഡ് ഓഫ് ഡേ. കണ്ണനമ്മതെ കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഇച്ചിരി നേരം കിടക്കട്ടെ. മ്യൂസിയൊക്കെ ഓണാക്കി കിടക്കണം. ബെഡ്ഷീറ്റ്സ് ഒന്നും മടക്കി വെച്ചിട്ടില്ല, കണ്ട. കുറച്ച് നേരം കിടക്കട്ടെ. തല നനച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ പില്ലോലൊക്കെ വെള്ളമാവും. എൻ്റെ അമ്മോ, കുറേ ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ പീരീഡ്സ് ആയ സ്ഥിതിക്ക് ഗൈസ് ഒരു സംഭവം ഉണ്ട്. നമുക്ക് തിരുപ്പതി പോകാനുള്ള സമയം അടുത്തിരിക്കണു. ഈ പീരീഡ്സ് കഴിഞ്ഞ് നമുക്ക് തിരുപ്പതി പോകാനുള്ളൊരു ഡേറ്റ് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് വിൻചേട്ടനോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയും. എന്നിട്ട് നേരെ തിരുപ്പതി പോവും. തിരുപ്പതിയിൽ നിന്ന് നേരെ ചെത്തല്ലൂരെത്തും. ചെത്തല്ലൂരിൽ നിന്ന് നേരെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് തൃശ്ശൂർ പോകും. അങ്ങനെയാണ്. എന്നിട്ട് വേണം അപ്പൂൻ്റെ അഡ്മിഷൻ, ജിംബുവിൻ്റെ ബുക്സുകൾ വാങ്ങിക്കില്ല, യൂണിഫോം വാങ്ങിക്കില്ല, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യാൻ. ഓക്കെ. പിന്നെ 12-ാം തീയതി അപ്പൂൻ്റെ പിറന്നാളാണ്. 12-ാം തീയതി നോക്കട്ടെ എപ്പോഴേക്കാണ് പോകാൻ പറ്റാന്ന്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഫ്രണ്ട്സ്, ഇന്നത്തെ ലഞ്ച് കണ്ടോ?
ഞാൻ കുറേ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മേ കുറേ ചോറൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. എന്നാലേ എന്നെ സംബന്ധിച്ച് കുറേ ചോറുണ്ടെന്ന്. കോവയ്ക്കത്തോരൻ, മത്തങ്ങപ്പയർ എരിശ്ശേരി, കടലക്കറി, വറുത്തത്. കാണാൻ സ്റ്റിൽ ഉറക്കണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. പിന്നെ അമ്മ പായസം ഉണ്ടാക്കാനായിട്ട് പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് സേമിയ പായസം ഉണ്ടാക്കാൻ പോവാ. അപ്പുണ്ട് കേട്ടോ, അപ്പുവിൻ്റെ ഫേവറേറ്റ്. അപ്പുവേ ഇന്ന് സേമിയ പായസം ഉണ്ടാക്കാം കേട്ടോ. ഒച്ചടല്ലേ, ഇഷ്ടം കൊണ്ട് കണ്ണൻ ചാടി എണീറ്റ് വരും. എന്താ ചേച്ചേന്ന് ചോദിക്കും കണ്ണൻ. നീ എന്തിനാ ടവലിന് മേലെ കരുതിക്കണ? അപ്പോ അങ്ങനെ കുടിച്ചാൽ കിട്ടുമോ? കിട്ടുമോ? കുടിച്ചോ. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, നെക്സ്റ്റ് ഇപ്പോൾ പീരീഡ്സ് ആയി. ഇപ്പോൾ ഈ പീരീഡ്സിൻ്റെ 7 days കഴിഞ്ഞ് തിരുപ്പതി പോവും. അത് കഴിഞ്ഞിട്ട് നേരെ ചെമ്മാപ്പള്ളിക്ക് പോകണമെന്ന്. ഇന്നിപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. കിണറ്റിലൊട്ടും വെള്ളമില്ല ഇത്തടെ വീട്ടിൽ. അപ്പോൾ അടുത്തൊന്നും പോക്ക് നടക്കില്ല. മഴ പെയ്ത് വെള്ളം വന്നാലേ നടക്കുള്ളൂ. ഒട്ടും വെള്ളം എന്ന് വെച്ചാൽ ഒട്ടും വെള്ളമില്ല കേട്ടോ അവിടെ. ഇപ്പൊ സമയമുള്ള 3:25 കേട്ടോ. അപ്പൂസേ, അമ്മ ഒന്ന് രക്ഷപ്പെട്ടെന്ന് ശൂശു ഒഴിക്കാൻ പോയതാണ്. ശൂശു ഒഴിക്കൽ കഴിയാനായപ്പോഴേക്ക് കണ്ണം വന്നു. എന്നിട്ട് എന്നിട്ട് എന്റെ ക്ലിപ്പ് എടുത്തിട്ട് ഒറ്റ എറിയില്ലേ. എന്റെ ക്ലിപ്പും പൊട്ടി. ആരാ നമ്മുടെ ക്ലിപ്പ് പൊട്ടിച്ചേ? ബാത്റൂമിക്ക് ഒറ്റ എറിയില് എന്റെ ക്ലിപ്പും പൊട്ടി. ബാത്റൂമില് എന്റെ മുഖത്തെന്താ പായസം ഉണ്ടാക്കിയ? അത് ഫുള്ള് പൊട്ടിച്ചടാ. എന്റെ ക്ലിപ്പ് പൊട്ടിച്ചില്ല നീ. നോക്കി സൂപ്പർ ആയിട്ടുണ്ട് അപ്പൂസേ. എന്താ പറ്റാത്ത? നീ ഗൈസ്, എൻ്റെ അമ്മ എൻ്റെ പിറന്നാളിന് സേമിയ പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സേമിയ പായസം നമുക്ക് കുറച്ച് കുടിക്കാം. ഞാൻ കുറെ കുടിച്ചു. ആദ്യല്ല ഓക്കെ, ഞാൻ ഓൾറെഡി 3 times കുടിച്ചു. ബട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പായസം കുടിക്കണം. പൊതുവേ ഈ പ്ലേറ്റ് കണ്ടോ? ഈ പ്ലേറ്റ് ഞാൻ കുഞ്ഞാവുമ്പോൾ തൊട്ട് പായസം കുടിച്ചത് ഞാൻ ഈ പ്ലേറ്റിലാണ്. എൻ്റെ അമ്മ പായസം ഉണ്ടാക്കി തരുമ്പോൾ എന്ത് സ്പെഷ്യൽ ആകുമ്പോഴും ഈ പ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പ്ലേറ്റ് തരുമായിരുന്നു. സൂപ്പറാണോ? നല്ല രസമുണ്ട്. നല്ല ക്രീമി പായസം കണ്ടോ? പായസമൊക്കെ പോയിടൂ. ഞാനിപ്പോൾ എനിക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ
എന്തിനാ കരയണേ? എന്തിനാ കരയണേ? Oh my god, guys, finally ഫാൻ ഇട്ടിട്ടില്ല, വേർത്ത് ഉഷ്ണിച്ചു കേട്ടോ. ഞാൻ നമ്മളെ ഗീവ് അവേൻ്റെ വീഡിയോ ഫൈനലി ചെയ്തിട്ടുണ്ട്. ഇനി അറിയില്ല ഇത് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയതുള്ളത്, പക്ഷേ ഉള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. ഗിഫ്റ്റ് പറഞ്ഞത് മീൻസ് ആ ഒരു കിറ്റ് പറഞ്ഞത് അത് തന്നെ കറക്റ്റ് കൊടുക്കാനും നോക്കണം. കാരണം ഞാനൊന്ന് ഫാൻ ഓണാക്കട്ടെ കേട്ടോ. ഓക്കെ, അങ്ങനെ ഫൈനലി ഞാൻ ഗിവ് അവേൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗിവ് അവേൻ്റെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ 10 പേർക്ക് സ്കൂൾ ബാഗ്, നോട്ട്ബുക്ക്, പിന്നെ പൗച്ച്, ഇറേസർ, അങ്ങനെ കുറച്ച് സംഭവമായിട്ടുള്ളത്, ഒരു കുട. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ, ഞാനാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീടിനടുത്ത് ആരെങ്കിലും ഇങ്ങനെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജെനുവിൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് ആ 10 പേരിൽ ഒരാളായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ മെയ് 15 നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്, അവരെ ഹെൽപ്പ് ചെയ്യുക. എനിക്കും സന്തോഷമാണ്. ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ എന്തായാലും സ്വന്തം ഏർണിങ്സ് വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ സ്വന്തം ബർത്ത്ഡേക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡാണ്. ആൻഡ് വിൻചേട്ടനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. വിൻചേട്ടൻ ഷൂട്ടിലാണ്, തിരക്കിലാണ്. ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ പറയണമെന്ന് വെച്ചിട്ട് പ്ലാൻ ചെയ്തത്, പക്ഷേ ആളും തിരക്കിലാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് വിളിച്ചതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴേലും ഹൈ ബൈ എന്നിട്ട് ഓടിപ്പോവും, അത്രയേ ഉള്ളൂ. നല്ല തിരക്കിലാണ് കേട്ടോ. 10 ഡേയ്സ് വെഡ്ഡിങ് ആണ്. ഇന്നൊക്കെ ആയിട്ടാണ് വെഡ്ഡിങ്സൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല ഹറി ബറിയാണ് ആൾ. അപ്പോൾ അവിടെ നിന്ന് പറയണം. തൃശ്ശൂർ തൃശ്ശൂർ പോകണമെന്നില്ല, ഞങ്ങൾ തിരുപ്പതി പോകുന്നുണ്ട്. അപ്പോൾ പോണ സമയത്ത് എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്ക് സൈഡിൽ എന്തായാലും 15-ാം തീയതിയിലൊക്കെ പർച്ചേസ് ചെയ്തിട്ട് 15-ാം തീയതി പിന്നെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. അല്ലാന്നെങ്കിൽ അതിന് മുന്നേ വീഡിയോയിൽ കാണിക്കാം ഇങ്ങനെ ബാഗുകളൊക്കെയാണ് എന്നുള്ളത്. എന്നിട്ട് 15-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്കത് കൊടുക്കണം. കാരണം കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കണ മുന്നേ കിട്ടണമല്ലോ, അപ്പോഴെല്ലാവർക്കും യൂസ്ഫുൾ ആവുക. ഓക്കെ, അപ്പം അത് ശരി. മക്കളൊക്കെ അവിടെ ഹോളിലാകുമ്പോൾ നോക്കണം. നല്ല വെയിലൊക്കെ പോയിട്ടുണ്ട്. ഇനി കുറേ ക്ലീനിങ് പരിപാടി ഉണ്ട്. കാരണം ഇന്നലെയൊക്കെ ഇവിടെ കണ്ടോ, ഇതാണ് അവസ്ഥ. സംഭവം എന്ന് വെച്ചാൽ ഇതെന്താ ഇങ്ങനെ കിടക്കുന്നറിയോ, തുണികൾ ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ 2 ദിവസം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ നടക്കില്ല, അവിടെ വെള്ളമില്ല, കിണറ്റിലൊട്ടും വെള്ളമില്ല. അപ്പുറത്തെ വീട്ടിൽ നമുക്ക് പൈപ്പ് ലൈൻ കണക്ഷൻ കിട്ടിയിട്ടില്ലല്ലോ, ജസ്റ്റ് കിണറിലെ വെള്ളമല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോക്ക് നടക്കില്ല. സോ അവിടെ തന്നെ നിൽക്കണം. അപ്പം ഇനി തുണികളൊക്കെ മടക്കണം. അതാണ്, അതായത് ഞാൻ വിചാരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അങ്ങ് പാക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ നടക്കില്ല. നമുക്കൊക്കെ ഇനി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഹായ്, തമ്മിലിന് പറ്റിയതല്ലേ. ബൈ ഗൈസ്. ബൈ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഞങ്ങളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാനൊരു മെമ്പർഷിപ്പ് വീഡിയോയ്ക്ക് ഒരു ക്ലീനിങ് വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ, നമുക്ക് നാളെ കാണാം. ബൈ ബൈ.